ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബ്രൊക്കോളി സ്ലൈസ് ചെയ്ത് ഉപ്പ് ചേർത്ത് 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം ഊറ്റിക്കളയാം. ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചത്, 2-3 പച്ചമുളക് സ്ലൈസ് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില. അതിനുശേഷം അടികട്ടിയുള്ളൊരു പാത്രം ചൂടാകാൻ വെച്ച് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി അതിനുശേഷം നമുക്ക് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മല്ലിയില ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. സ്വാദിഷ്ടമായ ബ്രൊക്കോളി കോക്കനട്ട് സ്റ്റിർ ഫ്രൈ റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്.